തികച്ചും പ്രസന്നവദനായി തന്നെയാണ് മദനി കാണപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ വിധിയുടെ ആശ്വാസമാകാം അദ്ദേഹത്തിന്റെ മുഖത്തെ കാണുന്നത്. PDP നേതാവ് അബ്ദുൽ നാസർ മദനി ജയിൽ മോചിതനായി. നിങ്ങൾ അവിടെ നിൽക്കൂ പ്ലീസ്. നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. സംസാരിക്കാൻ പോകുന്നു എല്ലാവരും നിശബ്ദത പാലിക്കുക. നിൽക്കുന്ന കേരള എല്ലാവരും ഉണ്ട്, ഡൽഹിയിലുണ്ട്. ആദ്യമായി പറയാനുള്ളത് സർവശക്തനായ ദൈവത്തിന് നന്ദി. ആദ്യമായി പറയാനുള്ളത് പ്രധാനമായും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ മനുഷ്യാവകാശങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാ ആളുകളോടും കടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ഒരു പൗരനായ എനിക്കെതിരെ ശക്തമായ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായപ്പോൾ അതിനെതിരെ ഒരുമിച്ച് നിന്നു. ആ ഒരുമിച്ച് നിന്ന് അവർ കാട്ടിയ സൗഹൃദത്തിനും ഐക്യത്തിനും പകരമായി ഞാൻ എൻ്റെ ശിഷ്ടായുസ്സിനെ കേരള ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എന്താണ് ഭാവി പരിപാടികൾ? പ്ലീസ്. വിശദമായി പിന്നീട് പറയാം. തീർച്ചയായും കേരളം താങ്കളുടെ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കുന്ന സമയമാണിത്. തീർച്ചയായും രണ്ടു വാക്ക് പറഞ്ഞു പറ്റും. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഐക്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ മർദ്ദിത സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി പഴയതിനേക്കാൾ ശക്തമായി ഞാൻ പ്രവർത്തിക്കും. പക്ഷേ കേരളത്തിലെ നേരത്തെ എൻ്റെ മുൻകാല പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തും. കൂടുതൽ ആത്മാർത്ഥതയോടുകൂടിയും പക്വതയോടുകൂടിയും കേരളത്തിന്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. He has freedom to give any comment for press people, but I have no connection with this incident. So, the court acquitted me. This only. ഇതേപ്പറ്റി അധികമായി ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. മതനിരപേക്ഷ നിലപാട് തുടരണമെന്നാണ് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് പറയാനും? തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. അത് പിന്നീട് പറയാം. ഇനി എത്രയോ അവസരങ്ങളുണ്ട്. I will discuss about that after my after 1 week. I will conduct a press conference in Trivandrum tomorrow. Then I will tell. Thanks God, it is only. PDP നേതാവ് അബ്ദുൽ നാസർ മദനി ജയിൽ മോചിതനായിരിക്കുകയാണ്. ജയിൽ മോചിതനായ മദനി മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചതിന്റെ ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇന്ത്യ വിഷനാണ് ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തെങ്കിലും പാളിച്ച തന്റെ ഇത്രയും ദിവസത്തെ പ്രവർത്തനത്തിനിടയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇനി ഉണ്ടാകുക എന്ന് അബ്ദുൽ നാസർ മദനി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. കൂടുതൽ ആത്മാർത്ഥതയോടെയും പക്വതയോടുകൂടിയുമുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കും എന്ന് അബ്ദുൽ നാസർ മദനി പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കുകൾ സർവശക്തനായ ദൈവത്തിന് നന്ദി എന്നായിരുന്നു. തന്റെ മോചനത്തിനായി പ്രവർത്തിച്ച എല്ലാ മലയാളികൾക്കും തമിഴ്നാട്ടിലുള്ളവർക്കും നന്ദി എന്നും അദ്ദേഹം പറഞ്ഞു. ശിഷ്ടായുസ് കേരള ജനതയ്ക്ക് വേണ്ടിയായിരിക്കും താൻ ഉണ്ടാവുക എന്ന് പറഞ്ഞ മദനി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഐക്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇനിയുള്ള നാളുകളിൽ. അയ്യോ കേബിൾ
പറഞ്ഞത് തീർച്ചയായും അത് തുടരുക തന്നെ ചെയ്യും എന്നാണ്. PDP നേതാവ് അബ്ദുൽ നാസർ മദനി ജയിൽ മോചിതനായിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്, ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 7:55 മദനി ജയിൽ മോചിതനായത്. ഇന്നത്തെ ദിവസം മുഴുവൻ മാധ്യമപ്രവർത്തകർ മുഴുവൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു മദനിയുടെ ജയിൽ മോചിതനായി. 9 വർഷം 4 മാസം 1 ദിവസം ഇതിനുശേഷമാണ് മദനി ഇന്ന് ജയിൽ മോചിതനായിരിക്കുന്നത്. വിചാരണ തടവുകാരനായി കോയമ്പത്തൂർ സ്ഫോടനത്തെ തുടർന്ന് കോയമ്പത്തൂർ പ്രത്യേക കോടതിയിൽ വിചാരണ നേരിടുമ്പോൾ തന്നെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്നു ഇത്രയും കാലം. തന്റെ വൈകല്യത്തിനിടയിലുമാണ് മദനി തടവിൽ കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ പോലും നിഷേധിക്കപ്പെടുകയാണ് എന്നുള്ള രീതിയിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ മുറവിളികൾ നടക്കുന്നതിനിടെയാണ് ഓരോ തവണയും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടത്. അദ്ദേഹം ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോടതി ഇന്ന് ഓഗസ്റ്റ് 1, 2007 മദനിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. മദനിയെ മാത്രമല്ല, കോയമ്പത്തൂർ സ്ഫോടന കേസിൽ വിചാരണ തടവുകാരായി കഴിഞ്ഞിരുന്ന മറ്റ് 7 പേരെയും കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി. ഇതിൽ മറ്റ് 3 മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. PDP നേതാവ് അബ്ദുൽ നാസർ മദനിയുടെ കാര്യമാണ് ഒരു വലിയ രാഷ്ട്രീയ പേരായതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ കാത്തിരുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ 9 വർഷത്തെ തടവിന് ശേഷം 9 വർഷം 4 മാസം 1 ദിവസത്തെ തടവിന് ശേഷം അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മദനി ജയിൽ മോചിതനായി അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സജീഷ് ഇപ്പോൾ ലൈനിലുണ്ട്. സജീഷ്, മദനി ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മദനി എത്രയും വേഗം എറണാകുളത്ത് എത്തിച്ചേരാനാണ് പ്രവർത്തകരും പോലീസും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാഹനം ഇവിടുന്ന് ഇപ്പം വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. അത് ഇന്ന് രാത്രിയോടെ തന്നെ എറണാകുളത്ത് എത്തി അതവിടെ ആബാദ് ഹോട്ടലിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലോ അദ്ദേഹം വിശ്രമിക്കാൻ ആണ് സാധ്യത. അതിനുശേഷമായിരിക്കും നാളെ രാവിലെ 8:40 ചാർജിലും ഫൗണ്ട് ഗിൽറ്റി ഓർ നോട്ട് ഫൗണ്ട് ഗിൽറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മേൽ ലെവൽ ചെയ്ത 5 ചാർജുകളിലും അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ട്. ചാർജ് നമ്പർ 1 ക്രിമിനൽ കോൺസ്പിറസി, ചാർജ് നമ്പർ 14 പ്രൊവോക്കേഷൻ ഓഫ് ദി റിലീജിയസ് റിലിജിയൻ, ചാർജ് നമ്പർ 5 പ്ലാന്റിംഗ് ഓഫ് ബോംബ്സ്, ചാർജ് 11 and 2 ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ്. ഓൾ ദ ചാർജസ് ആർ ഫുള്ളി അക്യൂട്ടഡ്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 9 വർഷമായിട്ട് നീതി വിജയിച്ചു. മദനി വിചാരണ തടവുകാരനായിട്ട് ജയിലിൽ കഴിയുകയായിരുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു കേരളത്തിൽ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് മദനിന്റെ പേരിൽ വമ്പിച്ചൊരു ഗൂഢാലോചന ആയിരുന്നു. ആ ഗൂഢാലോചനയിൽ നിന്ന് അദ്ദേഹം മുക്തമായിരിക്കുകയാണ്. അദ്ദേഹം നീതിപീഠത്തിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായിട്ടും ശരിവെക്കപ്പെട്ടിരിക്കുകയാണ്. മദനി ഇന്ന് രാവിലെ വരെ മദനിയാണ് ഇതിന്റെ പ്രൈം കോൺസ്പിറേറ്റർ എന്ന് എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മദനിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ എലമെന്റ്സിന്റെ ഫാസിസ്റ്റ് സംഘടനകളുടെ ഒരു നിഗൂഢമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ കുറ്റകൃത്യത്തിൽ പങ്കാളി എന്നുള്ള ആരോപണം നേരിടേണ്ടി വന്നത്. അത് ഖേദകരമാണ്. പൂർണ്ണമായിട്ടും അദ്ദേഹം എക്സോണറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഈ രീതിയിൽ ഒരു നീതി ലഭിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ ശക്തമായ നിയമ പോരാട്ടം നടത്തി തമിഴ്നാട്ടിലെ സീനിയർ അഭിഭാഷകന്മാര്, കേരളത്തിലെ അഭിഭാഷകന്മാര് എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ടീം ശക്തമായ എല്ലാ വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള നിയമസഹായം മദനിക്ക് ലഭിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് അനുകൂലമായ ഈ വിധി ലഭിക്കാനായിട്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? മദനിക്ക് പേരിൽ ആരോപിക്കപ്പെട്ടിരുന്നത് മറ്റേ ക്രിമിനൽ കോൺസ്പിറസിയാണ്. അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചു. ആ ടെലിഫോൺ സംസാരം ഒരു കോൺസ്പിറസി ആയിട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആ ചാർജ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ചാർജ് നിലനിൽക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായ സ്പഷ്ടമായ ഒരു കാര്യമായിരുന്നു. അതിപ്പോ കോടതിയുമായി ഞങ്ങളുടെ കൂടെ നിന്നിരിക്കുകയാണ് കാര്യത്തിൽ. സാജിദിനെ ചില ചാർജുകൾ കൺവിക്ട് ചെയ്തിട്ടുണ്ട്, ചില ചാർജുകൾ അക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഭാഷയും ചാർജ് നമ്പർ 1 അദ്ദേഹത്തെ കൺവിക്ട് ചെയ്തിട്ടുണ്ട്. 10 പേരിൽ 15 കൺവിക്ട് ചെയ്തിട്ടുണ്ട്. ഭാഗികമായി കൺവിക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് കൺവിക്ട് ചെയ്ത ആളുകളുണ്ട്. വിധി പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ ഓൾ ഓഫ് യുവർ മീഡിയ പേഴ്സൺസ്. മറ്റ് പ്രതികളുടെ കേസ് സംബന്ധിച്ച് എന്താണ്? എപ്പോഴും അടുത്ത നിമിഷത്തിൽ അദ്ദേഹം മോചിപ്പിക്കപ്പെടാം. എപ്പോഴും അദ്ദേഹത്തിന് ജയിലിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പേര് ഏതെങ്കിലും വാറന്റ് പെൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രം അത് നിൽക്കുള്ളൂ. അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടുട്ടാ. 1 മുതലുള്ള ശ്രീ അലി അക്ബർ കുറ്റവിമുക്തനാക്കപ്പെട്ടു. മദനി സന്തുഷ്ടനാണ്. നീതി വിജയിച്ചാൽ അദ്ദേഹം ദൈവത്തിന്റെ സ്തുതി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പഠിച്ചവന് നീതി വിജയിക്കും. നീതിയാണ് അന്തിമമായിട്ട് വിജയിക്കാം. ശ്രീ അലി അക്ബർ, ഈ മറ്റ് ഇപ്പോ 1 മുതൽ ഭാഷയടക്കമുള്ള പ്രതികളെ സംബന്ധിച്ചുള്ള വിധി പ്രസ്താവന നടന്നു കഴിഞ്ഞു. അതിന്